നമ്മൾ നേരെ തിരുവനന്തപുരത്തേക്ക് പോവുകയാണ്. അവിടെയാണ് അനന്തപൂരം നടക്കുന്നത്. ഏഷ്യയിലെ ഏറ്റവും വലിയ കൗമാര കലാമേളയ്ക്ക് അരങ്ങുണരാൻ ഇനി മണിക്കൂറുകളുടെ മാത്രം കാത്തിരിപ്പ്. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിനാണ് നാളെ തിരിതെളിയുന്നത്. സ്വർണ്ണക്കപ്പ് വൈകിട്ടോടെ തിരുവനന്തപുരത്തെത്തും. പാലുകാച്ചി ഊട്ടുപുര സജീവമായി. വൈകിട്ടിപ്പോൾ ചായയും സ്നാക്സും ഒക്കെ അവിടെ കുട്ടികൾക്കായി തയ്യാറായിട്ടുണ്ടാകും. സമഗ്ര കവറേജിനായി ടീം റിപ്പോർട്ട് തയ്യാറാണ്. നമുക്ക് കലോത്സവ വിശേഷങ്ങളിലേക്ക് പോകാം. നമുക്ക് ആദ്യം നമ്മുടെ ടീമിൽ ആരൊക്കെ അവിടെ സജീവമായി എന്ന് നോക്കണ്ടേ. രജിസ്ട്രേഷൻ നടക്കുന്ന ഇടത്താണ് VS രജിത്തും രോഷ്നി രാജനും സുനിഷ അയ്യലൂരും നിൽക്കുന്നത്. പ്രാക്ടീസ് നടക്കുന്ന ഇടത്തേക്ക് ഷഹബാസും ആമിനയും പോയിട്ടുണ്ട്. സ്വർണ്ണ കപ്പിനൊപ്പം കപ്പ് ഇത്തവണ എടുക്കുമെന്ന് ഉറപ്പിച്ച് ദിലീപ് ദേവസിയും പോയിട്ടുണ്ട്. വെൽക്കം ഗൈസ്. അനന്തപുരി ഇനിയിപ്പോൾ അനന്തപൂരത്തിന് ഒരു അരങ്ങൊരുക്കുന്ന സമയമാണ്. നമ്മുടെ പടയാളികൾ എല്ലാവരും തയ്യാറായി കഴിഞ്ഞോ രഞ്ജിത്ത്? ഫുൾ സെറ്റാണ് നമ്മൾ. എനിക്ക് എൻ്റെ രണ്ട് ഭാഗത്തെ കലാകാരികളാണ്. നമ്മളെ ക്യാമറയിൽ കലാകാരന്മാരുണ്ട്. എനിക്ക് ചുറ്റുമുള്ള കുറേ കലാകാരന്മാർ രജിസ്ട്രേഷൻ കാത്തിരിക്കുന്നുണ്ട്. ഏതായാലും ഇനിയുള്ള ഒരു 4-5 ദിവസം ഒരു പകലും രാത്രിയും കലകളുടെ രാത്രിയാണ്, കലകളുടെ പകലാണ്. അതിനൊപ്പം ഓളം ഒപ്പിച്ച് എന്നോടൊപ്പം പഴയ ഒപ്പന കലാകാരി അല്ലേ? ഒപ്പനയിൽ മണവാട്ടിയായിരുന്നു? അല്ല, മണവാട്ടിയായിരുന്നില്ല, ഞാൻ കളിക്കുന്ന ആളായിരുന്നു. അത് ഒപ്പന ഒരുപാട് വർഷം ഇപ്പോഴൊരു കുറവ് ഇല്ല. പിന്നെ നമ്മുടെ ഈ ടൈറ്റിൽ, കലോത്സവത്തിന്റെ ടൈറ്റിലിന്റെ പേരിന് എന്താ അറിയോ സുനിഷ? അനന്തപൂരം. അപ്പോൾ രഞ്ജിതേട്ടൻ പറഞ്ഞ പോലെയാണ്. അതായത് ഇനി അങ്ങോട്ട് 4 ദിവസം ഇവിടെ പൂരമായിരിക്കും, പൊടി പാറും. അത് തൃശ്ശൂരിലെ പൂരം പോലെയല്ല ഇവിടത്തെ പൂരത്തിന് അല്ലേ, എന്തോരം എന്നുള്ളതാണ്. അപ്പോൾ ഓക്കെ, നമുക്ക് ഇവിടെ രജിസ്ട്രേഷൻ തുടങ്ങിയിട്ടുണ്ട്. സുജിയ, രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് കുറേ ആളുകൾ വന്നിട്ടുണ്ട്. അധ്യാപകനാണോ? അല്ലല്ല, ഞാൻ ഡോക്ടറാണ്. ഇവിടെ മകളെ കൂടെ വന്നതാണ്. എന്താ മകളായിട്ട്? ദേശഭക്തി ഗാനം. ഈ കലോത്സവം എന്ന് പറയുമ്പോൾ രക്ഷിതാക്കളുടെ ഒരു മത്സരമാണെന്ന് കൂടി പറയാം. അല്ല, രക്ഷിതാക്കളുടെ മത്സരമാണ്, അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ മത്സരമാണ്. പക്ഷേ ഞങ്ങൾക്ക് ഇവിടെ ഇറങ്ങിയ ഉടനെ ഒരു അപ് ടു ഡേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടുന്നില്ല. കാത്ത് കിട്ടി നിൽക്കേണ്ട അവസ്ഥ. പരാതി ഉണ്ട് കുറച്ച്, അതൊന്ന് പരിഹരിക്കാം. പരാതിയൊക്കെ എവിടെ? കോഴിക്കോട് നമ്മളെ നാട്ടിൽ നാടോ? ദേശഭക്തി ഈ ദേശഭക്തി ഗാനക്കാരെ നമുക്ക് കാണാം. കഴിഞ്ഞ വർഷത്തെ കലാകിരീടം കൊണ്ടുപോയത് സുനിഷയുടെ നാട്ടിലേക്കാണ് കേട്ടോ സുജയം. പക്ഷെ ഇത്തവണ ഞങ്ങൾ കോഴിക്കോട്ടുകാർ അത് പിടിക്കും. അതിനുവേണ്ടി എൻ്റെ കൂടെ വടകരയിൽ നിന്നുള്ള മക്കൾ ഇപ്രാവശ്യം നമ്മൾ എടുക്കൂല കപ്പ്. ദേശഭക്തി ഗാനം മാത്രം മതി നമുക്ക്. പിന്നെ ആ പിള്ളേരുടെ എനർജി കണ്ടാൽ അറിയാം അല്ലേ, അത് കണ്ണൂരിൽ നിന്ന് ആ കപ്പ് എടുക്കാൻ വേണ്ടി തന്നെ ഒരുങ്ങി വന്നതാണ്. ഞങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഞങ്ങൾ കൊണ്ടുപോയിട്ട് എത്ര കൊല്ലം മുത്തട്ടിനോ അത് ഇപ്പൊ ആവർത്തിക്കും, അതിനൊരു മാറ്റം ഉണ്ടാവില്ല. ചുണ്ടിനും കപ്പിനിടയിൽ പോയതാണ്. അത് അപ്പീൽ കൊണ്ട് കൊണ്ടുപോയത് കണ്ണൂരുകാർ. ഇപ്രാവശ്യം ഒരു അപ്പീൽ നടക്കൂല അല്ലേ? അപ്പീൽ നടക്കും. അപ്പൊ ആദ്യം നമുക്ക് ഇവരുടെ ഒരു പെർഫോമൻസ്, ഇതിൽ സിംഗിൾ ആയിട്ടൊരു ഗ്രൂപ്പ്, നിങ്ങൾ സംഘഗാനം അല്ലേ? ഓക്കെ, സിംഗിളായിട്ട് ആരാ പാട്ട് പാടാ? ഒരു നല്ല പാട്ട്. മോളെ പേരെന്താ? ദേവനന്ദയുടെ ഒരു അടിപൊളി പാട്ട്. അതിനുശേഷം ഇവിടെ ഒരു ഗ്രൂപ്പ്, ഒരു സംഘഗാനം കൂടി ഉണ്ടാവും അല്ലേ? സംഘഗാനം ഒറ്റയ്ക്ക് പാടാൻ പറ്റില്ലല്ലോ. ഇരുൾപരപ്പിൽ ഈറൻമുടിയിൽ തിങ്കൾ കലചൂടി പറന്നുയർന്നൊരു പൊന്നുറുമീലെ പൊന്നായി മിന്നി നീ ഏഴിമലയിലെ ഏലമലയിലെ പീലി നീർത്തും മയിലു പോൽ നീ എൻ കനവിൽ കളിയാടുന്നു തീരാമോഹം ഉടലാർന്നവനെ. ഓ അടിപൊളി. ഒരു കാര്യം മറന്നു പോയിട്ട്, നിങ്ങളെ സ്കൂളിന്റെ പേരെന്തായിരുന്നു? വടകര ടീം ലീഡർ. പക്ഷെ ഒച്ച ഉണ്ടാവും. ഞാൻ വടകര GHS പുത്തൂർ. ഓക്കെ രഞ്ജിത്ത്, അപ്പൊ വടകരക്കാരെ കുട്ടികൾ കൊള്ളാം, ദേശഭക്തി ഗാനവും അല്ലാതെയുള്ള പാട്ടുമൊക്കെ കൊള്ളാം.